നമസ്കാരം സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യമേ ഒന്ന് പറയാം. ആദ്യമേ നമ്മുടെ ഇന്നെടുത്ത ട്രേഡിൽ നമുക്ക് എങ്ങനെയാണ് സംഭവിച്ചത്. രണ്ടാമതായിട്ട് നമ്മളുടെ ജേണൽ റിസൾട്ട് എന്താണ്. മൂന്നാമതായിട്ട് പവർ ഓഫ് കോമ്പൗണ്ടിങ്ങും കുറച്ച് മാത്തമാറ്റിക്സും. നാലാമതായിട്ട് ഇമ്പോർട്ടൻസ് ഓഫ് ഡിസിപ്ലിൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ സബ്ജക്റ്റ് നമ്മുടെ ഇന്നത്തെ ട്രേഡ് നമ്മൾ കുറച്ചധികം ബുദ്ധിമുട്ടിയ അവസ്ഥയിലായിരുന്നു. കാരണം ഇന്നലെ നമ്മൾ മാർക്ക് ചെയ്തിരുന്ന ഓർഡർ ബ്ലോക്കുകളൊന്നും കൃത്യമായിരുന്നില്ല എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സോ ദാറ്റ് ഇവിടെ ഫസ്റ്റ് ഓപ്പണിംഗ് ഇവിടെ തന്നു. മുകളിലത്തെ ഓർഡർ ബ്ലോക്കിൽ പോയി ഹിറ്റ് ചെയ്ത് റിജക്റ്റ് ചെയ്താൽ റിവേഴ്സൽ ട്രേഡാണ് നമ്മൾ പലപ്പോഴും ഈ രീതിയിൽ എടുക്കാറുള്ളത്. സോ അവിടെ ഒരു റിവേഴ്സൽ മുകളിൽ നിന്ന് കിട്ടിയില്ല. സോ ദാറ്റ് താഴത്തെ ഓർഡർ ബ്ലോക്ക് നമ്മൾ അടയാളപ്പെടുത്തിയതിൽ വന്ന് ഹിറ്റ് ചെയ്തപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ഈ ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ നമ്മളിവിടെ എൻട്രി എടുത്തു. ഈ ഒരു പ്രൈസിലാണ് നമ്മൾ എൻട്രി എടുത്തേക്കുന്നത്. സ്റ്റോപ്പ് ലോസ് ആയിട്ട് നമ്മൾ സാധാരണ പോലെ തന്നെ 0.5% സ്റ്റോപ്പ് ലോസ് വെച്ചു. എന്നാൽ ഇത് നിലനിന്നില്ല. അതുകൊണ്ട് തന്നെ അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഇവിടുന്ന് എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് റിവേഴ്സൽ വന്നാൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇന്ന് ആ ഒരു ഓർഡർ ബ്ലോക്ക് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തത് വകവയ്ക്കാതെ മാർക്കറ്റ് താഴത്തേക്ക് ബ്രേക്ക് ചെയ്ത് പോകുന്ന കാഴ്ചയാണ്. അതിനുശേഷം താഴത്ത് നമ്മൾ അടയാളപ്പെടുത്തിയിരുന്ന ഓർഡർ ബ്ലോക്കിൽ വന്ന് ഹിറ്റ് ചെയ്ത് അത് റിവേഴ്സലാകുന്നുമുണ്ട്. എന്നിരുന്നാൽ തന്നെ നല്ല രീതിയിലൊരു റിവേഴ്സലൊന്നും ഇന്ന് പോയിട്ടില്ല. സോ ദാറ്റ് നമ്മൾ അവിടെ പോയി എൻട്രി എടുത്തത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് വലിയൊരു 1:2 റിസ്ക് റിവാർഡൊന്നും നമ്മൾ താഴത്തുനിന്നാണ് വെയിറ്റ് ചെയ്തിരുന്നാണ് എൻട്രി എടുത്തിരുന്നെങ്കിൽ പോലും ഇന്ന് കിട്ടില്ലായിരുന്നു എന്നതാണ് വാസ്തവം. സോ ദാറ്റ് ഇന്ന് ഒരു ട്രെൻഡിങ് ഡേ ആണ് എന്ന് നമുക്ക് വേണമെങ്കിൽ കരുതാം. ഇന്നത്തെ നമ്മുടെ ലോസ് വന്നേക്കുന്നത് 161 രൂപ 70 പൈസയാണ്. അപ്പോൾ അതിൻ്റെ ഓർഡർ ബുക്ക് ഞാനൊന്ന് കാണിക്കാം. നമ്മൾ എൻട്രി എടുത്തത് 9:04 തന്നെ നമ്മൾ എൻട്രി എടുത്തു. അപ്പോൾ ഫസ്റ്റ് ക്യാൻഡിൽ നല്ലൊരു മൂവ് വന്നതാണ് താഴത്തേക്ക്. അത് ഓർഡർ ബ്ലോക്കിനകത്ത് കയറിയപ്പോൾ നമ്മൾ എൻട്രി എടുത്തു. 314.35 എൻട്രി എടുത്തു. നമ്മുടെ 0.5% സ്റ്റോപ്പ് ലോസ് അധികം വൈകിയൊന്നുമില്ല. 5 മിനിറ്റിനുള്ളിൽ തന്നെ സ്റ്റോപ്പ് ലോസ് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ അതാണ് അവിടെ ഉണ്ടായത്. 2, നമ്മൾ നിഫ്റ്റി 50യുടെ മൂവ് ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും. നമ്മൾ മുകളിലൊരു ഓർഡർ ബ്ലോക്ക് വരച്ചിരുന്നു. അതിലേക്ക് പോയി ഹിറ്റ് ചെയ്ത് റിവേഴ്സ് ചെയ്യുമ്പോഴാണ് ആക്ച്വലി നമുക്ക് അനുകൂലമായ മൂവ് വരേണ്ടത്. എന്നിരുന്നാൽ ഇന്ന് ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ താഴത്തേക്ക് ഒരു ബ്രേക്ക് തന്നു. അതിനുശേഷം ആ താഴത്തെ ഓർഡർ ബ്ലോക്കിൽ റീടെസ്റ്റ് എടുത്ത് വീണ്ടും കണ്ടിന്യൂസ് ഫോള് തരികയാണ് നിഫ്റ്റി 50 ചെയ്ത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മൾ ട്രെൻഡിങ് ഡേ ആണിത്. സെയിം നമ്മൾ ചെയ്യേണ്ടതും നമ്മുടെ ഓർഡർ ബ്ലോക്ക് ബ്രേക്ക് ചെയ്തതിന് ശേഷം റീടെസ്റ്റ് വരുന്ന സമയത്ത് നമ്മളുടെ സ്റ്റോക്കിലും ഇവിടെ ബ്രേക്ക് ചെയ്തു റീടെസ്റ്റ് ഇവിടെ എവിടെയെങ്കിലും തന്നെയാണ് താഴത്തേക്കാണ് എൻട്രി എടുക്കേണ്ടിയിരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കിന്ന് പ്രോഫിറ്റ് കിട്ടുമായിരുന്നു. 1:3 വരെയൊക്കെ പ്രോഫിറ്റ് കിട്ടാനുള്ള മൂവ് ആ രീതിയിൽ അത് അവിടെ നടത്തിയിട്ടുണ്ട്. ഇവിടെ ലാസ്റ്റ് നിമിഷത്തിലേക്ക് മാർക്കറ്റ് വരുവാണെങ്കിൽ 2:30 ആയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ തിരിച്ചൊരു നല്ല മൂവ് കാണിക്കുന്നുണ്ട്. അതിന് മുകളിലത്തെ ഓർഡർ ബ്ലോക്ക് വരെ പോകുമോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയത്തില്ല. അതർവൈസ് നമുക്കൊരു ദിവസം ഒരു എൻട്രി ഉള്ളൂ. അത് നമ്മുടെ ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് ഈ സ്റ്റോക്കിൽ നിന്ന് സംഭവിച്ച മറ്റുള്ള സ്റ്റോക്കുകളും ജസ്റ്റ് നമുക്കൊന്ന് നോക്കിയേക്കാം. ONGCയും നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ മുകളിൽ നിന്നും ഫസ്റ്റ് നമ്മൾ അടയാളപ്പെടുത്തിയിരുന്ന ഓർഡർ ബ്ലോക്കിനെ ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് വലിയൊരു ഫോളാണ് കൊടുത്തത്. ട്രെൻഡിങ് ഡേയിൽ നമ്മളുടെ സ്ട്രാറ്റജി റിവേഴ്സൽ ട്രേഡാണ് നമ്മൾ എടുക്കുന്നത്. അതിന് അവസരം നമുക്കിന്ന് കിട്ടിയിട്ടില്ല. സോ അത് നല്ല ഫോള് താഴത്തേക്ക് കൊടുത്തു. നമുക്ക് അതിനകത്തും ഒന്നും ചെയ്യാനില്ലായിരുന്നു. ഇനി BPCL നോക്കിക്കഴിഞ്ഞാൽ BPCL നല്ല രീതിയിൽ മുകളിലേക്ക് വന്നൊരു ഹിറ്റ് ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ കൊടുത്തു. അതിനുശേഷം താഴത്തേക്ക് റിവേഴ്സ് ചെയ്തു. ഇതിൽ കൃത്യമായ ഒരു എൻട്രി ഇന്ന് കിട്ടുമായിരുന്നു. പക്ഷേ നമ്മൾ നോക്കിയിരുന്നത് BPCL ആയിരുന്നില്ല ആ സമയത്ത്. അതുകൊണ്ട് തന്നെ നമുക്കതൊന്നും കാണാനേ കഴിയുന്നുണ്ടായിരുന്നില്ല. അതിനുശേഷം താഴത്തെ ഓർഡർ ബ്ലോക്കിലേക്കാണെങ്കിൽ തന്നെ BPCL 1:3 RR3 കിട്ടുമായിരുന്നു. ഇനി നെക്സ്റ്റ് ലെവൽ ഓഫ് ഓർഡർ ബ്ലോക്കിൻ്റെ അടുത്തേക്ക് താഴത്തേക്ക് വന്നപ്പോൾ മാക്സിമം പോയേക്കുന്നത് ഒരു 3% മൂവ് താഴത്തേക്ക് അത് തന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് RR6 വരെ ഇന്ന് ഈ സ്റ്റോക്കിൽ മാക്സിമം കിട്ടാമായിരുന്നു. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് അത് മൂവ് ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെ റീടെസ്റ്റ് വന്നതിന് ശേഷം എൻട്രി എടുത്ത ഒരാൾക്കാണെങ്കിൽ ബ്രേക്ക് ചെയ്തു റീടെസ്റ്റ് വന്നു എടുത്ത ഒരാൾക്കാണെങ്കിൽ പോലും സ്റ്റോപ്പ് ലോസ് പിന്നീട് ഹിറ്റ് ചെയ്തിട്ടില്ല. ടാർഗറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 1:2 അതൊട്ട് കൊടുത്തിട്ടുമില്ല.
ആ ഒരു ഇതിലാണ് അത് നിൽക്കുന്നത്. ഇനി പവർ ഗ്രിഡ് നമുക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ പവർ ഗ്രിഡിൽ നമ്മുടെ നിഫ്റ്റി 50 കാണിച്ച അതേ ഒരു മൂവ്, അതായത് താഴത്തേക്ക് ഇവിടെ ഒരു ബ്രേക്ക് തന്നു, റീടെസ്റ്റ് വന്നു, റീടെസ്റ്റിൽ ഇവിടുന്ന് റിജക്ഷൻ, റിവേഴ്സൽ ട്രേഡ് എടുക്കുന്ന ഒരാൾക്ക് ഇവിടെ നിന്ന് ഈ ഓർഡർ ബ്ലോക്കിലേക്ക് 1:2 അവിടെ കിട്ടുന്നുണ്ടാകും. ഇന്നത്തെ ലോ വരെ നോക്കിക്കഴിഞ്ഞാൽ മാക്സിമം RR4 വരെ ഇന്ന് കിട്ടാനുള്ള സാധ്യത അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ പവർ ഗ്രിഡ് നല്ലൊരു മൂവ് തന്നിരുന്നു. പിന്നെ വിപ്രോയിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ റണ്ണിങ് മാർക്കറ്റിലെ ഓർഡർ ബ്ലോക്കുകളെ പറ്റി ഇടയ്ക്ക് സംസാരിക്കാറുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഓർഡർ ബ്ലോക്കിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. താഴത്തെ ഓർഡർ ബ്ലോക്കിൽ വന്ന് ഹിറ്റ് ചെയ്തിട്ടില്ല, സോ ദാറ്റ് അവിടെ നമുക്ക് ബൈ എൻട്രി ഇവിടെ കിട്ടുന്നുമില്ല. എന്നിരുന്നാലും ഈ സെക്കൻഡ് ക്യാൻഡിൽ നമുക്ക് കാണാം ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലാണ്. അതേപോലെ തന്നെ നമ്മൾ വോളിയം എടുത്തു കഴിഞ്ഞാൽ തേർഡ് ക്യാൻഡിലെ വോളിയം ഭയങ്കര ഹ്യൂജ് വോളിയം ഡിഫറൻസ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. വലിയൊരു ക്യാൻഡിലുമാണ് വെച്ചേക്കുന്നത്. സോ ദാറ്റ് അവിടെ നല്ല രീതിയിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബൈയിങ് നടന്നിട്ടുണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ കരുതാവുന്ന ഒരു ഏരിയയാണ്. സോ ദാറ്റ് ഈ ഒരു, അതായത് ഈ ഇൻഡിസിഷൻ ക്യാൻഡലിൻ്റെ ഗ്രീൻ ക്യാൻഡലിൻ്റെ ടോപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടം തൊട്ടങ്ങോട്ടേക്ക് ഒരു ഓർഡർ ബ്ലോക്ക് ആയി മാറിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പോയിന്റിലേക്ക് റീടെസ്റ്റ് വരുന്ന സമയത്ത് റിവേഴ്സൽ ട്രേഡ് എടുക്കാൻ പറ്റും. ഈ ഒരു റെഡ് ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ അവിടെ വന്ന് ഹിറ്റ് ചെയ്തു, ആ സമയത്ത് ഓർഡർ ഇട്ടുന്ന ഒരാൾക്ക് അവിടെ നിന്നും മുകളിലേക്ക് 1:2 ജസ്റ്റ് നിയർലി 1:2 അത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ നമ്മൾ വരച്ച് വെച്ച ഓർഡർ ബ്ലോക്ക് വർക്ക് ചെയ്തേക്കുന്ന ഈ രീതിയിലാണ്. സോ ദാറ്റ് നമുക്ക് ടാർഗറ്റ് കിട്ടാമായിരുന്നത് 1, 2, 3 ഏകദേശം നമുക്ക് നമ്മുടെ രീതിക്ക് അനുസരിച്ച് കിട്ടാമായിരുന്നതുണ്ട്. ബാക്കി 2 എന്തായാലും സ്റ്റോപ്പ് ലോസ് കിട്ടുമായിരുന്നു. നമുക്കിന്ന് കിട്ടിയേക്കുന്ന സ്റ്റോപ്പ് ലോസ് ആണ്. ഇനി നമ്മുടെ ജേണലിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നത്, നമ്മൾ ഇന്നത്തെ ട്രേഡ് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു, ആ ദിവസം റണ്ണിങ് മാർക്കറ്റിൽ എവിടെയെങ്കിലും ഒരു ഓർഡർ ബ്ലോക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളൊരു ട്രേഡ് എടുക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ നമ്മൾ ട്രേഡ് എടുത്തിരുന്നു. 7-ാം തീയതി ഫ്രൈഡേ നമ്മൾ ട്രേഡ് എടുത്തിരുന്നു. 131 രൂപ ലോസാണ് നമുക്ക് സംഭവിച്ചത്. അപ്പോൾ ഈ മാസം ഇതുവരെ നോക്കിക്കഴിഞ്ഞാൽ മൊത്തം 6 ദിവസത്തിൽ 4 ദിവസവും ലോസാണ്, 2 ദിവസം മാത്രമേ നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുള്ളൂ. ഒപ്പം തന്നെ നമ്മുടെ കണ്ടിന്യൂസ് ലോസ് എന്ന് പറയുന്നത് 2 ദിവസത്തിൽ കൂടുതൽ കണ്ടിന്യൂസ് ലോസ് വരുന്നില്ല. ഇത് നമ്മൾ എടുത്ത് പറയാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കാണുന്ന വിജയിച്ച ട്രേഡർമാരെന്ന് പറയുന്ന പല ആൾക്കാരുടെയും ഇൻ്റർവ്യൂസിൽ അവർ പറഞ്ഞ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, കണ്ടിന്യൂസ് ലോസായിട്ട് അവർക്കൊക്കെ കിട്ടിയിട്ടുള്ളത് മോശം സമയങ്ങളിൽ മാക്സിമം ഒരു 7-8 ദിവസം വരെ തുടർച്ചയായ ലോസ് അവർക്ക് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ അത്രയും ലെവലിലേക്ക് വിജയിച്ചൊരു ട്രേഡർ അല്ല, നമ്മൾ തുടക്കക്കാരൻ എന്ന നിലയ്ക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പോലും നമുക്ക് കണ്ടിന്യൂസ് ലോസായിട്ട് ഇപ്പോൾ ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജിയിലേക്ക് വന്നതിന് ശേഷം 3 കണ്ടിന്യൂസ് ലോസ് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് 33% വിൻ റേഷ്യോ മാത്രമേ ഈ മാസം കിട്ടിയിട്ടുള്ളൂ. 40% മിനിമം വേണം 1:2 വെച്ച് ചെയ്യുമ്പോൾ പ്രോഫിറ്റിലേക്ക് വരാനെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ താഴെ നമുക്ക് വിൻ റേഷ്യോ കിട്ടിയിട്ടുള്ളൂ. എന്നിരുന്നാൽ പോലും നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്, നമ്മൾ 21 രൂപ, ജസ്റ്റ് 21 രൂപ ലോസിൽ മാത്രമാണ് ഈ മാസം നെറ്റ് ഉള്ളത്. ഓക്കെ, സോ ദാറ്റ് ഇതൊരു പ്രശ്നമല്ല. ഒരു പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് തിരികെ വരാൻ പറ്റും. ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജി ഇതുവരെ നമ്മൾ ഇത്രയും ദിവസം ട്രേഡ് ചെയ്തതിൽ 23 ദിവസം മാത്രമാണ്, 23 ദിവസം പ്രോഫിറ്റും 16 ദിവസം ലോസും. സോ ദാറ്റ് അത് സ്റ്റിൽ നമുക്ക് 59% വിൻ റേഷ്യോ ഓവറോൾ തരുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്ന കുറച്ച് മാത്തമാറ്റിക്സ് ആണ്. മാത്തമാറ്റിക്സിലേക്ക് വരുമ്പോൾ നമ്മൾ തുടങ്ങാൻ പോകുന്നത്, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ മാസം നമുക്ക് 14% ROI കിട്ടിയിട്ടുണ്ട്. അതിന് മുമ്പത്തെ മാസം 11%, അതിന് മുമ്പത്തെ മാസം ബ്രേക്ക് ഈവൻ ആയിരുന്നു, അതിന് മുന്നത്തെ മാസം 8.5% ആയിരുന്നു. അതിന് മുമ്പത്തെ കുറച്ച് മാസങ്ങളിൽ നമ്മൾ ബ്രേക്ക് ആൻഡ് റീടെസ്റ്റ് അങ്ങനെയുള്ള പല സ്ട്രാറ്റജികളായിട്ട് ലോസിലായിരുന്നു. ഇനി തുടങ്ങിയ സമയം നോക്കിക്കഴിഞ്ഞാൽ സിമ്പിൾ ഒരു സ്ട്രാറ്റജി ആയിരുന്നു. എന്നിരുന്നാൽ പോലും ആ സമയത്ത് നമ്മൾ ഓർഡർ ഫ്ലോ ചാർട്ട് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് നമുക്കിവിടെ കിട്ടിയിരുന്നു. തുടങ്ങിയ 1-2 മാസത്തിൽ നമുക്ക് ഇവിടെ 17% കിട്ടിയിരുന്നു, ഇവിടെ 12% കിട്ടിയിരുന്നു, ഈ രീതിയിൽ. ഇനി ഏറ്റവും ഹയസ്റ്റ് റിട്ടേൺ നമുക്ക് ഒരു മാസം കിട്ടിയിട്ടുള്ളത് 17%. ഇനി ആ മാസം നമ്മൾ നോക്കാമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റും 1:4 ആണ് നമ്മുടെ ഹയസ്റ്റ് RR കിട്ടിയിട്ടുള്ളത്. 4 ആണ്. അപ്പോൾ 4-ൽ കൂടുതൽ റിസ്ക് റിവാർഡ് നമുക്കിവിടെ കിട്ടിയിട്ടേ ഇല്ല. എന്നിട്ട് പോലും നമുക്ക് 17% ROI ആ മാസം കിട്ടിയിട്ടുണ്ട്. ഇനി ആ മാസത്തെ വിൻ റേഷ്യോ എന്ന് പറയുന്നത് പോലും 50-50 ഉള്ളൂ. 9 ട്രേഡ് പ്രോഫിറ്റും 9 ട്രേഡ് ലോസും ആയിരുന്നു. അത് വെച്ചിട്ട്
17% നെറ്റ് പെർസെൻറ്റേജ് ഓഫ് റിട്ടേൺ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് നമ്മുടെ സൈഡിലേക്കുള്ള അടുത്ത സാധ്യത എന്ന് പറയുന്നത് ഈ മാസം നിങ്ങൾ കണ്ടു 59% ഇല്ല 60% വിൻ റേഷ്യോ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വിൻ റേഷ്യോ നമ്മുടെ കൂടുന്നുണ്ട്. അത് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ പ്രോഫിറ്റബിലിറ്റി കൂടും. രണ്ട്, നമ്മൾ പറഞ്ഞു ഈ മാസം നമ്മൾ എടുത്തേക്കുന്ന മാക്സിമം RR 4 ആണ്. ഇനി നമ്മൾ കഴിഞ്ഞ മാസം അല്ലെങ്കിൽ ഈ മാസം തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും 1:3യും 7ഉം മാർക്കറ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അതെടുത്തിട്ടില്ല എന്നേ ഉള്ളൂ. അതായത് നമ്മുടെ അവസരം നോക്കിക്കഴിഞ്ഞാൽ അപ് ടു 7 വരെ പല ദിവസങ്ങളിൽ 5, 7, 4, 3 പല ദിവസങ്ങളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും നമ്മൾ ക്യാപ്ചർ ചെയ്തിട്ടില്ല ഇതുവരെ. 4 എബോവ് നമ്മൾ ക്യാപ്ചറേ ചെയ്തിട്ടില്ല. എന്നിരുന്നാൽ പോലും നമുക്ക് 14%, 8.5%, 17% ഒക്കെ റിട്ടേൺ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് നമുക്ക് അടുത്തൊരു കോമ്പൗണ്ടിങ് പവർ. ഇപ്പോൾ ട്രേഡിങ്ങിലേക്ക് വരുമ്പോൾ നമുക്കൊക്കെ കോൺഫിഡൻസ് വേണ്ടത് ഇതിൽ എന്ത് സാധ്യതയാണുള്ളത്, ഇതിൽ മാത്തമാറ്റിക്സ് എന്താണ്, പലരും ചെക്ക് ചെയ്ത് നോക്കാത്തൊരു ഏരിയയും അതാണ്. അപ്പോൾ നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ ആദ്യം വേണ്ടത് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കിട്ടണമല്ലോ. ഇത് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് എന്ത് കിട്ടും? പലരും പക്ഷേ ട്രേഡിങ്ങിൽ വന്നു കഴിഞ്ഞാൽ ചിന്തിക്കുന്നത് മുഴുവനും ബേസിസ് ഓഫ് എമൗണ്ട് ആണ്. ഒരു ദിവസം ട്രേഡ് ചെയ്താൽ എത്ര രൂപ കിട്ടും? അതൊരു ശരിയായ ചിന്താഗതിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. മറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇങ്ങനെയാണ്: എത്ര പെർസെൻറ്റേജ് ഓഫ് റിട്ടേൺ ഒരു മാസം കിട്ടുന്നുണ്ട്? അങ്ങനെയാണെങ്കിൽ ഒരു വർഷം നമുക്ക് എത്ര പെർസെൻറ്റേജ് ഓഫ് റിട്ടേൺ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടാവും? നമുക്ക് അത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നമ്മൾ കാൽക്കുലേറ്ററിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു നമുക്ക് 17% റിട്ടേൺ ഒരു മാസം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 17 ഇൻറ്റു 12 മാസം അതുപോലെ കിട്ടുകയാണെങ്കിൽ, അത് ഇങ്ങനെ കിട്ടാതിരിക്കാം, നമുക്കറിയാൻ പാടില്ല. കിട്ടുകയാണെന്ന് നമ്മൾ സങ്കല്പിച്ചാൽ നമുക്ക് മാക്സിമം കിട്ടാവുന്നത് 204%. ഒപ്പം തന്നെ നമ്മൾ നമ്മുടെ വീഡിയോയിൽ പല തവണ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് 204 അല്ല, വെറും 100% കിട്ടിയാൽ മതി എന്നാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ 100% റേറ്റ് ഓഫ് റിട്ടേൺ കിട്ടാൻ നമുക്ക് എന്ത് കിട്ടണം? ഒരു മാസം 100 ഡിവൈഡഡ് ബൈ 12, അതായത് 8.5% താഴെ. ഇനി 8.5% കിട്ടിയാൽ നമ്മൾ 100%-ന് മുകളിലെത്തും. അപ്പം നമ്മുടെ ടാർഗറ്റ് അത്രയേ ഉള്ളൂ, ഒരു മാസം 8% എങ്കിലും ROI കിട്ടുക. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 1, 2, 3 ഈ 3 മാസങ്ങളിൽ 8.5%-ന് മുകളിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു മാസം നമ്മൾ ബ്രേക്ക് ഈവനിലായിരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടാനുള്ള സാധ്യത, അതായത് 100% ഒരു വർഷത്തിൽ കിട്ടാനുള്ള സാധ്യത ഇവിടെ ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ അത്ര വലിയ വിജയിച്ച ട്രേഡർ ഇല്ലെങ്കിൽ നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി എത്രയൊക്കെയാണ് ഇതിൻ്റെ സാധ്യത എന്ന് നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ട്രേഡറുടെ, ഇത് പാട്രിക് നെൽ എന്ന് പറഞ്ഞിട്ടൊരു ജർമ്മൻകാരൻ റോബിൻസ് കപ്പ് കണ്ടിന്യൂസ് ആയിട്ട് വിൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു ട്രേഡറുടെ ഒരു സംഭവം, അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന ROI, ഇയർലി ROI ആണ് നമ്മളിവിടെ കാണുന്നത്, 245%. അപ്പോൾ 245% ROI എന്ന് പറയുമ്പോൾ അത് കിട്ടാനായിട്ട് 245 ഡിവൈഡഡ് ബൈ 12, ഒരു മാസത്തിൽ അദ്ദേഹത്തിന് ഏകദേശം 20% വെച്ചാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ 20% റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുമ്പോൾ അത് വേൾഡ് കപ്പ് വിൻ ചെയ്ത ഒരാളുടെ, ഒരു ചാമ്പ്യൻ്റെ റേറ്റ് ഓഫ് റിട്ടേൺ ആണ്. നമ്മൾ അത്രയും ലെവലൊന്നുമല്ല, എന്നിരുന്നാൽ പോലും നമുക്കിവിടെ 14%, അതേപോലെ തന്നെ 17% നമുക്കും കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് നമ്മൾ കുറച്ചൊരു ഡിസിപ്ലിൻ കാണിച്ചാൽ നമുക്ക് ആർക്കും വിജയിക്കാൻ പറ്റുന്നൊരു മേഖല തന്നെയാണ് ട്രേഡിംഗ്. ഇവിടെ എന്തുകൊണ്ടാണ് നമ്മൾ തകർന്നു പോകുന്നതെന്ന് ചോദിച്ചാൽ പലപ്പോഴും നമ്മളുടെ ഡിസിപ്ലിൻ ഇല്ലായ്മയാണ് നമ്മളെ പിന്നോട്ടടിപ്പിക്കുന്നത്. ഇനി നമ്മളിതിൻ്റെ വലിയ സാധ്യതകളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി മാത്രം നമ്മളൊന്ന് പറയുവാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ 100% റേറ്റ് ഓഫ് റിട്ടേൺ കിട്ടിയാൽ മതി നമുക്ക് ഒരു വർഷം. എന്നാൽ അതിൽ കൂടുതൽ കിട്ടാനുള്ള സാധ്യത നമ്മളിപ്പോൾ ഓൾറെഡി കണ്ടു. 200 കിട്ടാനുള്ള സാധ്യത നമുക്കും അത്ര വിദൂരമൊന്നുമല്ല. അപ്പോൾ നമ്മളൊരു കോമ്പൗണ്ട് റിട്ടേണിലേക്ക് പോയി കഴിഞ്ഞാൽ 5000 റുപ്പീസ് ഇട്ട് ട്രേഡ് ചെയ്യുന്ന ഒരാൾ ഇയർലി 100% റിട്ടേൺ വെച്ച് അയാൾക്ക് കിട്ടുകയാണെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്, മന്ത്ലി കോമ്പൗണ്ടിങ് നമ്മൾ എടുത്താൽ 10 ഇയർ കൊണ്ട് അദ്ദേഹത്തിന് ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ കാണാം അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ 7,42,00,000 രൂപയായി അത് ഫ്യൂച്ചറിൽ മാറാനുള്ള സാധ്യതയുണ്ട്. എന്നല്ല, അത്രയായി മാറും എന്നുള്ളതാണ് കാൽക്കുലേറ്റർ കാണിക്കുന്നത്. അപ്പം നമുക്ക് ഈ 7 കോടി ആയോ ഇല്ലയോ അതവിടെ നിൽക്കട്ടെ. നമ്മൾ 100% റിട്ടേൺ ഒരു വർഷത്തിൽ വിത്ത് കോമ്പൗണ്ടിങ് കിട്ടിയാൽ 10 വർഷം കൊണ്ട് 7 കോടി രൂപ വരെ നമ്മുടെ അക്കൗണ്ടിലാവാം. എന്നിരുന്നാൽ നമ്മൾ അതിലേക്ക് പോകുന്നില്ല. നമ്മൾ സിമ്പിൾ റിട്ടേൺ നോക്കുക, എവറി ഇയർ ഇരട്ടിയായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്താവാം?
ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം 10,000 രൂപ നമ്മൾ ഇട്ടു. ആ വർഷം അവസാനിക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ 100% എന്ന് പറയുമ്പോൾ 20,000 രൂപ നമ്മുടെ അക്കൗണ്ടിലാവും. രണ്ടാമത്തെ മാസം അത് 40,000ആയി. മൂന്നാമത്തെ വർഷം 40,000ആയി. മൂന്നാമത്തെ വർഷം 80,000ആയി. ഇങ്ങനെ പോയിട്ട് നമ്മൾ 10ാമത്തെ വർഷം വരുമ്പോൾ 1 കോടി രൂപയാകും. കോമ്പൗണ്ടിങ് എടുക്കാതെ സിംപിളി ഡബിൾ ചെയ്യുന്നു എന്ന് കണക്ക് കൂട്ടിയാൽ പോലും 10 വർഷം കൊണ്ട് 10,000 രൂപ എന്നുള്ളത് 1 കോടി രൂപയ്ക്ക് മുകളിലേക്ക് മാറുവാണ്. അപ്പോൾ ഇത്രയും വലിയൊരു സാധ്യത ഇവിടെ ഉണ്ട്. പക്ഷേ ഇതൊക്കെ അച്ചീവ് ചെയ്യണമെങ്കിൽ നമുക്ക് വേണ്ടത് എന്താണ്? ഇതെല്ലാം അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മൾ കാണിക്കേണ്ടത് നമ്മുടെ ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിതെല്ലാം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പം തന്നെ നമുക്കറിയാം നമ്മുടെ ഓരോരുത്തരുടെയും ഇപ്പോൾ സ്ട്രാറ്റജി നമ്മൾ വിജയിക്കുന്നില്ല എന്ന് തോന്നുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ സ്ട്രാറ്റജി മാറ്റി പുതിയൊരു സ്ട്രാറ്റജി എടുക്കും. മാർക്കറ്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ 100 കണക്കിന് സ്ട്രാറ്റജികൾ നമ്മൾ കിട്ടും. ഇതെല്ലാം നമ്മൾ പഠിച്ചു മനസ്സിലാക്കി. പക്ഷേ എന്നിരുന്ന് പോലും 2 വർഷമായി ട്രേഡ് ചെയ്യുന്നു, 3 വർഷമായിട്ട് തുടർച്ചയായി ട്രേഡ് ചെയ്യുന്നു, 5 വർഷമായി ട്രേഡ് ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ വിജയിക്കുന്നില്ല. നമ്മളിപ്പോഴും സ്ട്രാറ്റജികൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി നമ്മൾ മാറ്റേണ്ടതും ശ്രദ്ധിക്കേണ്ടതും സ്ട്രാറ്റജിയിലല്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. സ്ട്രാറ്റജി ഏതും ആയിക്കോട്ടെ, ആ സ്ട്രാറ്റജികൾ മിനിമം നമുക്ക് തരുന്ന വിൻ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 40% എങ്കിലും ഉണ്ടെങ്കിൽ 1:2 റിസ്ക് റിവാർഡ് എടുത്തുകൊണ്ടിരിക്കുന്ന ഏതൊരു മനുഷ്യനും എത്ര കിട്ടണം? ഒരു വർഷം നോക്കിക്കഴിഞ്ഞാൽ 1:2 റിസ്ക് റിവാർഡ് എടുക്കുന്ന ഒരാൾ 0.5% ലോസും അതേപോലെ 1% പ്രോഫിറ്റ് എടുക്കുമ്പോഴും എടുത്തുകൊണ്ടിരിക്കുന്ന ഒരാൾ, കണ്ടിന്യൂസ് ആയിട്ട് RR2 എടുത്തുകൊണ്ടിരിക്കുന്ന ഒരാൾ 40% വിൻ റേഷ്യോ ഉള്ളെങ്കിൽ പോലും 100% റിട്ടേൺ അയാൾക്ക് കിട്ടും. അപ്പോൾ ഇയർലി 100% റിട്ടേൺ കിട്ടുന്ന ഒരാൾക്ക് ഇവിടെ കോമ്പൗണ്ട് റിട്ടേൺ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 7 കോടിയിലേക്ക് പോകാനുള്ള സാധ്യത അവിടെ കിടപ്പുണ്ട്. അവിടെ ഇത്രയും സാധ്യതയൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ 5 വർഷമായി ഇല്ലെങ്കിൽ 3 വർഷമായി 4 വർഷമായി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇപ്പോഴും നമ്മൾ അങ്ങോട്ടേക്ക് കണ്ടിന്യൂസ് വിന്നിലേക്ക് വരുന്നില്ല. അവിടെയാണ് നമ്മൾ ഇപ്പോഴത്തെ നമ്മളുടെ ഈ ഒരു ജേണൽ നോക്കേണ്ടത്. നമുക്ക് ഈ മാസം 33% വിൻ റേഷ്യോയെ കിട്ടിയിട്ടുള്ളൂ. 4 ട്രേഡ് ലോസിന് 2 ട്രേഡ് മാത്രം വിൻ ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് പോലും നെറ്റ് ലോസ് എന്ന് പറയുന്നത് ജസ്റ്റ് 21 രൂപ മാത്രമാണ്. ഇവിടെ നമുക്ക് ഈ ലെവലിൽ നിൽക്കാൻ പറ്റുന്നത് നമ്മൾ വലിയ നെഗറ്റീവിലേക്ക് പോകാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ ഒരു ഡിസിപ്ലിനാണ്. അതായത് റിസ്ക് ചെയ്തപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് 0.5% മാത്രമേ ലോസ് കൊടുത്തിട്ടുള്ളൂ. ഒപ്പം തന്നെ ഒരു ദിവസം 1 ട്രേഡേ എടുത്തിട്ടുള്ളൂ എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ഓപ്ഷൻ ചെയ്തുകൊണ്ടിരുന്നൊരു സമയത്ത്, ഞാൻ ഓപ്ഷൻ ട്രേഡിങ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു ദിവസം നമ്മൾ 16 ട്രേഡും 22 ട്രേഡും ഒക്കെ എടുത്തിട്ടുള്ള ദിവസമുണ്ട്. ഈ 22 ട്രേഡ് എടുത്തു കഴിഞ്ഞില്ലേ 16 ട്രേഡ് എടുത്തു കഴിഞ്ഞ് ഒരു 700 രൂപ ഇല്ലെങ്കിൽ 200 രൂപ പ്രോഫിറ്റിൽ കണ്ടിട്ടാണ് നമ്മൾ നിർത്തിയേക്കുന്നത്. നമ്മളൊരു വാശിയിലാണ്. ആദ്യത്തെ ട്രേഡ് ലോസിൽ പോയി, രണ്ടാമത്തെ ട്രേഡ് ലോസിൽ പോയി, അപ്പോൾ നമുക്കിനി പ്രോഫിറ്റ് എടുക്കണം. അപ്പോൾ നമ്മൾ ചെയ്ത് തുടങ്ങിക്കഴിയുമ്പോൾ പിന്നെ എന്തൊക്കെയോ ആരോടൊക്കെയോ ഉള്ള വാശിയിൽ നമ്മളങ്ങ് ട്രേഡ് ചെയ്യുവാണ്. ട്രേഡിൻ്റെ എണ്ണമൊന്നും നമ്മൾ പിന്നെ നോക്കുന്നില്ല. 3:30 മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നവരെ നമ്മളങ്ങ് ട്രേഡ് ചെയ്യുവാണ്. എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ 22 ട്രേഡ് 16 ട്രേഡ് ഇത്രയൊക്കെ എടുത്തു. നെറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ നമ്മൾ വിജയിച്ച് നിൽക്കുക. 200 രൂപ ലാഭം കിട്ടി, ഇല്ലേ 700 രൂപ ലാഭം കിട്ടി. അപ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പി. എന്തായാലും ഇത്രയൊക്കെ പാടുപെട്ടിട്ട് ഞാൻ വിജയിച്ചു. പക്ഷേ പിറ്റേ ദിവസത്തെ P&L എടുത്ത് നോക്കുമ്പോഴത്തേക്കിനാണ് നെറ്റ് ലോസ് 2,000 ഇഷ്ടം രൂപ ഇല്ല 1,600 രൂപ ഇല്ല 1,000 രൂപ ഇത്രയും ലോസ് വന്നേക്കുക. അപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ട 700 രൂപ പ്രോഫിറ്റാണ് ഇല്ല 200 രൂപ പ്രോഫിറ്റാണ്. പക്ഷേ ആക്ച്വൽ P&L കാണിക്കുന്നത് 700 രൂപ 1,000 രൂപ 2,000 രൂപ ലോസ്. അപ്പോൾ നമ്മൾ നോക്കുക എന്താ ഇവിടെ സംഭവിച്ചത്? 2,000 ഇഷ്ടം രൂപ നമ്മൾ ചാർജ് കൊടുത്തു. എന്തുകൊണ്ട് ചാർജ് ഇത്രയും കൂടുതൽ വന്നു? നമ്മൾ പ്രോഫിറ്റ് എടുത്തപ്പോഴും ചാർജ് ഭയങ്കര ഭീമമായ ചാർജ് വന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ട്രേഡ് കൂടിയപ്പോൾ നമ്മുടെ വിന്നിങ് പ്രോബബിലിറ്റി ഒന്ന് കുറയുവാണ്. 2 നമ്പർ ഓഫ് ട്രേഡ് കൂടുമ്പോൾ ചാർജസ് അത്രയും തവണ നമ്മൾ കൊടുക്കുകയാണ്. നമ്മൾ വരുത്തി വെച്ച ലോസിനേക്കാൾ വളരെ വളരെ കൂടുതലായിരുന്നു നെറ്റ് 2 ഇയേഴ്സ് ഓപ്ഷനിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ വരുത്തിക്കൊണ്ടിരുന്ന ചാർജസ്. അപ്പം നെറ്റ് ലോസിനേക്കാൾ കൂടുതൽ ചാർജ് നമ്മൾ കൊടുക്കുന്നു. നമ്മുടെ ഡിസിപ്ലിൻ ഇല്ലായ്മ കൊണ്ടിട്ടാണ്. അപ്പോൾ ട്രേഡിങ്ങിൽ വിജയിക്കാൻ നമുക്ക് വേണ്ടത് ഒരു സിമ്പിൾ മാത്തമാറ്റിക്സ്. ഇപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ കോമ്പൗണ്ടിങ് പവർ ഓഫ് റിട്ടേൺ ഒക്കെ മനസ്സിലായി കാണും. 100% കിട്ടുക ഇമ്പോസിബിൾ അല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. 8.5% നമുക്ക് കിട്ടിയാൽ മാത്രം മതി. ഒരു വർഷം 8.5% മാത്രം ഒരു മാസം മന്ത്ലി പ്രോഫിറ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം 12 മാസം അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ 100%-ന് മുകളിലായി. ഇത് നമുക്കിവിടെ കിട്ടുമെന്നുള്ളത് നമ്മൾ ഓൾറെഡി പല മാസങ്ങളിൽ നമുക്ക് തന്നെ കിട്ടി ബോധ്യപ്പെട്ടതാണ്.
അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താ വേണ്ടേ, നമ്മൾ ചാർജ് കൊടുക്കാതിരുന്നാൽ മതി. പ്രോഫിറ്റ് ആയിക്കോട്ടെ ലോസ് ആയിക്കോട്ടെ, ഒരു ദിവസം ഒരു ട്രേഡേ എടുക്കൂ എന്ന് ഒരാൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അയാളുടെ അക്കൗണ്ട് വാഷ് ഔട്ട് ആകാനുള്ള സാധ്യത നമ്മൾ സ്വയം അടച്ചു. അങ്ങനെയാണെങ്കിൽ പതുക്കെ 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 നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു 40% വിൻ റേഷ്യോ കിട്ടിക്കഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട, ഗ്യാരണ്ടി നമ്മൾ 100% റിട്ടേണിലേക്ക് എത്തും. മാത്തമാറ്റിക്സ് പറയുന്നത് അതാണ്. അങ്ങനെയാണെങ്കിൽ ബ്ലൈൻഡ്ലി നമ്മൾ ഈ ഒരു പ്രോസസ്സിനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, നമ്മളൊരു മെഷീൻ പോലെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ നമ്മുടെ മാനസികാവസ്ഥ ഇതിനകത്ത് കൊണ്ടുപോയി ഇടാതിരുന്നാൽ മാത്രം മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.